വേണ്ടിയിട്ടാണ് ഈ 240 ലോകത്ത് ഏറ്റവും വലിയ പാൽ ഉൽപാദന രാജ്യമായ ഇന്ത്യയിലെ കർഷകരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ മുതൽ 1000 റുപ്യ ഒരു ദിവസം കിട്ടാൻ വേണ്ടി കുടുംബം ഒന്നിച്ച് കഷ്ടപ്പെട്ടിട്ട് ജീവിച്ച് പോകുന്ന ഒരു നിത്യജീവിതത്തിൻ്റെ ഉപജീവന മാർഗ്ഗമാണ് ഈ പശു ഫാമിംഗ് എന്ന് പറയുന്നത്. ബാക്കി വരുന്ന 10% ഫാർമേഴ്സ് ഉണ്ടല്ലോ, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 1000 മുതൽ 1,00,000 രൂപ വരെ സമ്പാദിക്കുന്ന ഫാർമേഴ്സ് അത് രണ്ട് കാറ്റഗറീസാണ്. ഈ 10% ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ GR, ഡി ലെവൽ, ABS, CMEX, WWS കമ്പനികൾ, ഇങ്ങനത്തെ ലോകോത്തര കമ്പനികളെ കൺസൾട്ടൻസിയും അതേപോലത്തെ ട്രെയിനിങ്ങുകളും ഈ കാർഗിൽ പോലത്തെ ഫീഡ് അങ്ങനത്തെ അസീസ് എന്നൊക്കെ പറഞ്ഞ് സ്കൈലാർക്ക് പോലത്തെ കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരെ ഫാമിംഗ് മേഖല എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിനെ കാണേണ്ടത്, നമ്മൾ ഈ 90% ലെവലിൽ പോകണം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പഴത്തൊലിയും പുല്ലും സാധനങ്ങളോ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ജീവിച്ചു പോകുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിലാണോ അതല്ല നമ്മൾ പക്ക ബിസിനസ്സായിട്ട് നമ്മളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്ത മൂല്യം ഉണ്ടല്ലോ അത് കുറഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ട്. നമ്മളിവിടെ 25 ലക്ഷം റുപ്യ തുടങ്ങിയ ഫാമിന് 3 വർഷം പിന്നിടുമ്പോൾ 12 ലക്ഷം റുപ്യ പോലും വാല്യൂ കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ താഴ്ന്നു പോകുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 90% പെട്ടിട്ടില്ല, ഈ 10% പെട്ടിട്ടില്ല. ഇതാണിത് പറയുന്ന നാട്ടിൽ സംഭവം പൊടിയാനുള്ള ഒന്നാമത്തെ കാരണം. അപ്പം നമ്മൾ ഈ 10%-ലേക്കാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഈ D3 എന്ന് പറഞ്ഞ സംഭവം, ഈ സംവിധാനങ്ങളും ഈ 10% എങ്ങനെയാണോ പോണത് അതേ ഒരു സംവിധാനത്തിന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഉപയോഗമാവും. അപ്പോൾ അതിലാണ് ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത്. കുട്ടികളെ നമ്മളാരും ഫോക്കസ് ചെയ്യാത്ത കാര്യമാണ്. അപ്പോൾ ഈ കുട്ടികളെ കാര്യത്തിൽ നിന്നാണ് മൂപ്പര് തുടങ്ങുന്നത്. അപ്പോൾ അത് ഞാനത് എന്താ വെച്ചാൽ പുതിയ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ബോധ്യം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടോ.